ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പച്ചരി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബോണ്ട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ബോണ്ട പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ ബോണ്ട തയ്യാറാക്കാനായിട്ട് ഞാൻ 1 കപ്പ് അളവിൽ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 മണിക്കൂർ ഒന്ന് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ്. കുതിർത്തെടുത്തതിന് ശേഷം വെള്ളം ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. നമ്മുടെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് അരിപ്പ ഉപയോഗിച്ചിട്ട് വെള്ളം മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. കയ്യിൽ വെച്ചിട്ട് ഒന്ന് കോരി മാറ്റി എടുത്താൽ മതിയാവും. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പച്ചരി എല്ലാം തന്നെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല. നമ്മൾ കുതിർത്തെടുക്കുമ്പോൾ വരുന്ന ആ ഒരു നനവിൽ നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. എത്രത്തോളം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പറ്റുമോ അത്രയും നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ അരിയൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പം ഞാൻ മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ചെറിയ ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ 2 ഉരുളക്കിഴങ്ങ് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട്. കട്ടകളൊന്നും ഇല്ലാത്ത രീതിക്ക് വേണം ഒന്ന് അരച്ച് എടുക്കാനായിട്ട്. നന്നായിട്ട് വെന്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഈ അരിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. ഞാൻ 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എരിവ് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ 2 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിന്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1 തണ്ട് കറിവേപ്പില അരിഞ്ഞതും 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ജീരകം കൂടി ഒന്ന് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് കൈവച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു 5 മിനിറ്റോളം കൈവച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കും സോഡാപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ നമുക്ക് ഈ ഒരു ബോണ്ടയുടെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും കിട്ടിക്കോളും. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റോളം കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ആദ്യം കയ്യിൽ ഒരു അല്പം വെള്ളം ഒന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ കുറേശ്ശെ ആയിട്ട് മാവ് ബൗളിന്റെ സൈഡിൽ നിന്ന് ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഒന്നിട്ട് ഫ്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് നമുക്ക് കുറേശ്ശെ ആയിട്ടൊന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ആവശ്യത്തിനുള്ള മാവൊക്കെ ഒന്ന് ഇട്ടതിന് ശേഷം ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ബോണ്ടയും ഒരേ കളറിൽ ഒരുപോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറം ഭാഗം പെട്ടെന്ന് തന്നെ ഒന്ന് കളറായി വരും, എന്നാൽ ഉൾഭാഗം ഒട്ടും തന്നെ വേകാതെ ഇരിക്കും. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല അടിപൊളിയായിട്ടുള്ള ബോണ്ട തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ഒരു ബാച്ച് ബോണ്ടയെന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള പച്ചരി കൊണ്ടുള്ള ബോണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ. താങ്ക് യു, ബൈ.